ഹേ ഗായ്സ് വാട്ട്സ്ആപ്പ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മളെ PS5 രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ ഗാരേജ് കാണിക്കാനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഗാരേജ് മാത്രമല്ല, നിങ്ങൾ പറയുന്ന നമ്മളെ ഗാരേജിൽ ഒരു സ്ലോട്ടും കൂടെ ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ കമൻറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർ ഞാൻ സെലക്ട് ചെയ്ത് ആ ഗാരേജ് ഇടുന്നതാണ്. അപ്പം നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ രാത്രിയാണ് എണീച്ചിരിക്കുന്നത്. രാവിലെ എന്തോ പണിയൊക്കെ സന്ധ്യയ്ക്ക് കിടന്നുറങ്ങിയാണ്. ഇപ്പോൾ രാത്രിയാണ് എണീച്ചത്. അപ്പം നമുക്ക് നേരെ ഫ്രാങ്കിനെ കൊണ്ട് കുളിപ്പിക്കാം. നമുക്ക് ഫ്രാങ്കിനെന്താ കുളിക്കാൻ പോവുകയാണ്. വെള്ളത്തിൽ ചാടിക്കോ. അപ്പം നമ്മൾ കൺട്രോളറിലാണ് കളിക്കുന്നത്. കണ്ടോ കൺട്രോൾ ഇതൊക്കെയാണ്. എക്സ് കൊടുക്കുമ്പോൾ സ്പീഡിലൊക്കെ പോവും. ബാക്കിലോട്ട് പോവാം. കണ്ടോ ഗൈസ്. അപ്പം നമ്മളെ ഫ്രാങ്ക്ലിൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രാങ്ക്ലിനെ നേരെ ഡ്രസ്സ് മാറ്റാൻ പോവാം. ഫ്രാങ്ക്ലിൻ. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ഗൈസ് ഞാൻ ഫ്രാങ്ക്ലിൻ്റെ സൗണ്ടിലാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ സൗണ്ടിലല്ല, ഫ്രാങ്ക്ലിൻ പറയാൻ പോലെ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത് എല്ലാ വീഡിയോയിലും. അപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറാം ഗൈസ്. എനിക്ക് ഇന്ന് ഫ്രാങ്ക്ലിൻ്റെ ഗാരേജാണ് കാണാൻ പോകേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം. നമ്മൾ പച്ചയൊക്കെ ആയിക്കോളാം. പാൻറ്റ് ബ്ലാക്ക്, നമുക്ക് ഷർട്ടും കൊണ്ട് ബ്ലാക്ക് ഇടാം. ഓക്കെ, ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മളെ കാർ എടുക്കാൻ പോകാം ഗാരേജിൽ നിന്ന്. നമ്മളെ ഹൗസിലെ ഗാരേജിൽ നിന്ന് നമുക്ക് നേരെ നമ്മളെ മെയിൻ ഗാരേജിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ കാറുണ്ടാവില്ല. നമ്മൾ ഗാരേജിൽ രണ്ട് കാറിന് ഒരു ഓഫ് റോഡ് കാറും ഒരു ബൈക്കും. അപ്പോൾ നമുക്ക് ബൈക്ക് എടുത്തിട്ട് പോവാം. ഇത് നമുക്ക് ഈ ബൈക്കിൻ്റെ പേര് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഷിറ്റ്സു എന്നാണ്. പക്ഷെ നമ്മൾ ഷിറ്റ്സു എന്ന് വിളിച്ചാൽ ശരിയാവില്ല, കാരണം ഷിറ്റ്സു ഒരു പട്ടിയുടെ പേരാണ്. അപ്പോൾ നമുക്ക് ജപ്പനീസ് ബൈക്ക് എന്ന് വിളിക്കും, കാരണം ഇതിൻ്റെ സൈഡ് ചൈനീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ജാപ്പനീസ് ബൈക്ക് എടുത്തോണ്ട് നമ്മൾ പോവുകയാണ്. സൗണ്ട് കൂട്ടണം, കുറച്ച് സൗണ്ട് കൂട്ടാം. ഓക്കെ, സൗണ്ട് എടുക്കുന്നുണ്ട്. ബൈക്കിൽ നമ്മൾ പോവാണ് ഗൈസ്. നമ്മൾ വലിയടത്ത് ഇടിച്ചാൽ തീം ഗൈസ്. ചിലപ്പോൾ നമ്മളെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല, കാരണം ഈ ടി വിയിൽ സൗണ്ട് വിളിച്ചിരിക്കണം. ഈ ബാക്കിലത്തെ ഈ ഒരു റിഫ്ലക്ഷൻ കണ്ടോ, അത് ബാക്കിലത്തെ ജനലിൻ്റെയാണ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, കുഴപ്പമില്ല. നമ്മൾ ഗാരേജിലോട്ട് നമുക്ക് പോവാം. നമ്മളെ ഇതിൽ GTA 5 ഫസ്റ്റ് പാർട്ടാണിത്. നമ്മൾ സ്റ്റോറി മോഡ്, ഇത് സ്റ്റോറി മോഡ്. സ്റ്റോറി കളിക്കുന്നത് ഞാൻ വീഡിയോ ഇടില്ല, നമ്മളല്ലാത്ത ഇതാണ്. നമ്മൾ പറക്കുകയാണ് ഗൈസ് ബൈക്കിൽ. നിങ്ങൾ പറയുന്ന ചലഞ്ചസൊക്കെ ഞാൻ ഇതിൽ ചെയ്യുന്നതാണ്. ഇതാണ് ക്യാമറ ചേഞ്ചിങ്ങിൻ്റെ. അപ്പോൾ ഇപ്പോൾ തരങ്ങളാണ് ഗൈസ്. ഞാൻ അപ്പോഴപ്പോഴും ഈ ക്യാമറയിൽ നോക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ശ്രദ്ധ കിട്ടുക. ഞാൻ ഇനി ടി വിയിൽ മാത്രമേ നോക്കുള്ളൂ. ഞാൻ സംസാരിക്കണം ചിലപ്പോൾ ചെറുതായിട്ട് കേൾക്കാൻ പറ്റും. നമ്മൾ ഗാരേജ് എത്താറായി. നമ്മളെ ഈ പച്ച കളർ കാണുന്നുണ്ടോ, ഇതാണ് നമ്മൾ ഗാരേജ്. ഗാരേജ് അതുവഴിയും പോയി ഇതുവഴിയും പോയി, പക്ഷേ ഇതുവഴി പോകാനാണ് എളുപ്പം. അപ്പം ഗൈസ്, നമ്മളെ ഗാരേജ് കാണാനാണ് പോകണം. അടുത്ത് നിങ്ങൾക്ക് മൈക്കിളിൻ്റെയും ട്രെവറിൻ്റെയും ഗാരേജ് കാണണമെങ്കിൽ ഈ വീഡിയോ കമൻറ്റ് ഇട്ടാൽ. പിന്നെ നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ ഗാരേജിൽ ഒരു സ്ലോട്ടും കൂടെ ഉണ്ട്. ആ സ്ലോട്ടിൽ ഏത് കാർ ഉണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പോർഷ, ബുഗാട്ടി, മസ്താങ്, ഹെൽക്കാറ്റ്, ഡോഡ്ജ് ഹെൽക്കാറ്റ്, മസ്താങ്, അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ പറയണം. ഗാരേജിൽ കയറാം. ഇതാണ് നമ്മുടെ ഗാരേജ്. ഇവിടെ ഒരു ഗോൾഡൻ റോൾസ് റോയ്സ് ഉണ്ട്. പിന്നെ നമ്മളെ ഫെറാറി ഉണ്ട്. ഇവിടെ ഫെറാറി ബ്ലാക്ക് കളർ ഫെറാറിയാണ്. പിന്നെ ഞാൻ ഇതിനെടുത്ത് മാറ്റാൻ പോകുന്ന ബൈക്ക് അതാണിത്. ഈ ബൈക്കാണ് ഞാൻ എടുത്ത് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്ലോട്ട് വരും. ഇതെനിക്ക് എങ്ങനെയോ കിട്ടിയതാണ്, ഞാൻ വാങ്ങിച്ചിട്ടതല്ല. എനിക്ക് നമ്മളെ ട്രെവർ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്ന ബൈക്കാണ്. കാരണം നമ്മളെ ട്രെവർ സാൻഡിയിലൊക്കെ എടുക്കും. സാൻഡിയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ബൈക്കാണിത്. അപ്പം നമ്മൾ ഫ്രാങ്ക്ലിന് ഗിഫ്റ്റ് കൊടുത്തതാണ്, എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഇതാണ് ഫെറാറി.
പിന്നെ നമ്മൾ ഗോൾഡൻ റോൾസ് റോയ്സ് ഉണ്ട്. ഇതിന് അവിടെ $10 മില്യൺ ആയിട്ടുണ്ട് ഈ GTA 5. നമ്മളെ ഫെറാറിക്കാണെങ്കിൽ $3 മില്യൺ GTA 5 ആയിട്ടുള്ളത്. ഈ ബൈക്ക് നമുക്ക് ചെറിയ വിലക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് നമ്മളെ സിമിയോൺ തന്ന ബൈക്കാണ്. സിമിയോൺ നമുക്ക് നല്ല വില കുറച്ച് തന്ന ബൈക്കാണ്. അപ്പം ഈ ബൈക്കിൻ്റെ വില നിങ്ങൾ ജസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്തോളൂ. അപ്പം നമുക്ക് ഈ ബൈക്ക് എടുത്ത് വെളിയിൽ കൊണ്ടുപോകാം. ഈ ബൈക്ക് നമുക്ക് തിരിച്ച് ഡ്രൈവറിനെ തന്നെ കൊടുക്കാം. നമുക്ക് ഡ്രൈവറിനെ തന്നെ കൊടുക്കായത്. നമുക്ക് ഡ്രൈവറിനെ വിളിച്ച് പറയാം. ഡ്രൈവറിനെ നമ്മൾ വിളിക്കാൻ പോവുകയാണ്. സോറി. ഹലോ ഡ്രൈവറെ. പറയടോ. അപ്പം നീ എനിക്ക് ബർത്ത്ഡേക്ക് തന്ന ബൈക്ക് നമ്മൾ വെളി ഇട്ടിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ എടുത്തോ. അതെന്തുറോ നിനക്ക് വേണ്ടോത്തത്? അതൊന്നുമില്ല ഡ്രൈവറെ, നമ്മളെ ഗാരേജിൽ പുതിയ വണ്ടി ഇടാനുള്ള സ്ഥലമില്ല. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മളൊരു വണ്ടി ഇറക്കുന്നുണ്ട്. ആ വണ്ടി ഇടാനാണ് സ്ലോട്ടില്ല, അതുകൊണ്ടാണ്. ശരിയടോ. ഓക്കെ നീ ആ വണ്ടി വെളിയിട്ടിരുന്നാൽ ഞാൻ വരാം. അപ്പം ഗൈസ് നമ്മളെ ഡ്രൈവർ ശരിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ സൗണ്ട് ഒന്ന് മൈൻഡ് ചെയ്യേണ്ട. നിങ്ങളെ എൻ്റർടൈൻമെൻറ്റിന് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റർടൈൻമെൻറ്റിന് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഈ സൗണ്ട് ഒന്ന് മൈൻഡ് ചെയ്യണ്ട. ഞാൻ സൗണ്ട് മാറ്റിയൊക്കെ സംസാരിക്കുക, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പം നമുക്ക് നമ്മുടെ ബൈക്ക് എടുത്തോണ്ട് പോവാം. ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ഫോൺ എടുത്തിട്ട് ഉള്ള കാറുകൾ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മളെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള കാറുകൾ. പിന്നെ മിനി കോപ്പറുണ്ട് നമ്മളിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഫോൺ നോക്കിയ നേരം ഗ്രൂവ് സ്ട്രീറ്റിലുള്ള കുറേ നമ്മൾ ഇടിച്ചു വന്നിട്ടുണ്ട്. ഗ്രൂവ് സ്ട്രീറ്റിലുള്ള ചുമ്മാ നമ്മൾ പണ്ടത്തെ പക വീട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഇത് ചെയ്യാം. നമ്മൾ ഗ്രൂവ് സ്ട്രീറ്റിൽ ചെന്നിട്ട് അവന്മാരത്ര ഒരു പടം എടുപ്പിച്ചിട്ട് വരാം. അതിനുവേണ്ടി നമുക്ക് നല്ലൊരു കാറ് വേണം. നല്ല സ്പീഡും ആർമേർഡ് ആയിട്ടുള്ള കാറുകൾ. നല്ല വലിയ കാറൊന്നും എടുക്കണ്ട, കാരണം അതിന് സ്പീഡ് കുറവായിരിക്കും. നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഗ്രൂവ് സ്ട്രീറ്റിൽ പോയിട്ട് 2 മിസൈലും 2 റെയിൽ ഗണ്ണും നമ്മുടെ ഹോമിംഗ് ലോഞ്ചറും ഇട്ട് ഗ്രനേഡ് ഇട്ടിട്ട് വരാം. അതാണ് നല്ലത്. അല്ലെങ്കിൽ അവന്മാരെ നമ്മൾ ഇടിക്കും. എത്ര പേരുണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പം നമ്മൾ നല്ലൊരു വണ്ടി നോക്കട്ടെ. നമ്മളെ ഗാരേജിൽ നിന്ന് വണ്ടി എടുക്കാൻ പറ്റില്ല, കാരണം അതിന് വല്ല പറ്റുക പിന്നെ നമുക്ക് വേറെ വാങ്ങിക്കാൻ പറ്റില്ല. ഗൈസ് കിട്ടണ വണ്ടി എടുത്തോണ്ട് പോവാ. ഈ വണ്ടിയൊക്കെ തന്നെ ധാരാളം. ഗൈസ് പിന്നെ ഈ GTA 5 ചെറിയ അനാവശ്യമായിട്ടുള്ള വാക്കുകളൊക്കെ പറയും. പക്ഷെ നിങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട. കുറച്ച് ബാഡായിട്ടുള്ള കുറച്ച് വാക്കുകളൊക്കെ ഇതിൽ പറയും. നിങ്ങളെ പക്ഷെ അതൊന്നും ഒരു മൈൻഡ് ചെയ്യേണ്ട. കമൻ്റ് ഒന്നും ഇടുന്ന ചീത്തയെന്ന്. നമ്മൾ ഗ്രൂവ് സ്ട്രീറ്റ് ഇവിടെയാണ് ഗൈസ്. അവന്മാർക്ക് പാടം പിടിക്കാൻ വരും. ഗൈസ് നമ്മുടെ ഇത് ഏത് കാർ? നല്ലൊരു കാർ ഇട്ടിട്ടുണ്ട്. നമ്മളെ മസ്താങ് ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മളെ മസ്താങ് എടുത്തിട്ടുണ്ട്. നമ്മളെ മസ്താങ് എടുത്തോണ്ട് പോവുകയാണ്. ട്രാഫിക്കൊന്നും നമുക്ക് ഒരു പ്രശ്നമില്ല, കാരണം ഫ്രാങ്ക്ലിനാണ് ഈ ലോസ് ആഞ്ചലസിലെ ഏറ്റവും വലിയ കോടീശ്വരൻ.
കാപ്പിയുടെ ഒളിച്ചിരിക്കുക. അപ്പം ഗൈസ്, ഈ വീഡിയോയിൽ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ പാർട്ട് 2 നമ്മളെ ഈ ഗ്രൂ സ്ട്രീറ്റിൽ അടിച്ചിരുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളെ പുതിയ കാറ് ഇറക്കുന്നതായിരിക്കും നിങ്ങൾ പറയണം. പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്തിരിക്കുക. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ.